നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനഭാഗം, കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന വചനഭാഗം 2 കോരിന്തോസ് 13 അധ്യായം അതിൻ്റെ 5 തിരുവചനമാണ്. 2 കോരിന്തോസ് 13 അധ്യായം 5 തിരുവചനം. ബൈബിൾ എടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എഴുതിയ പേപ്പറുണ്ടെങ്കിൽ അത് ഈ വചനഭാഗത്ത് ഇന്നത്തെ ദിവസം വയ്ക്കുക. ഇന്ന് നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ആരാധനയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ നിയോഗങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ, ഈ വചനത്തിൻ്റെ ആത്മീയ രഹസ്യങ്ങൾ, ഉൾക്കാഴ്ചകൾ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനും നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മൾ വൈകുന്നേരം 8 മണി മുതൽ 9 മണി വരെ വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടി വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കും. സ്വസ്ഥമായി ഇരുന്ന്, ബൈബിൾ എടുത്ത് ശാന്തമായിട്ടിരുന്ന് ഈ വചനഭാഗം ഞാൻ ആദ്യം വായിക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഈ വചനം ഏറ്റുപറഞ്ഞ് ഈ നിമിഷം പ്രാർത്ഥിക്കട്ടെ. 2 കോരിന്തോസ് 13:5 നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. 2 കോരിന്തോസ് 13:5. ഈ വചനമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നതും. ഈ വചനത്തിൻ്റെ ആത്മീയ രഹസ്യങ്ങളെ നമ്മളൊന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുകയാണ്. ഇതിനകത്ത് ജീവിത പരാജയത്തിൻ്റെ 2 കാരണങ്ങളെ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. അല്ലെങ്കിൽ ഇങ്ങനെയും ചിന്തിക്കാം, ജീവിതത്തിൽ വിജയം വരിക്കാനുള്ള 2 വഴികളെ ദൈവവചനം നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. അതിനകത്തൊന്ന് ആരംഭിക്കുന്ന ഇങ്ങനെയാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. അപ്പോൾ ഫസ്റ്റ് തിങ് ആദ്യം പറയുന്നത്, നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ. നമ്മുടെ വിശ്വാസം എന്താണ്? യേശുക്രിസ്തുവിലൂടെ നമ്മുടെ വിശ്വാസം. ജീവിക്കുന്നവനായ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ച് രക്തം ചിന്തി, അവസാനത്തുള്ളി രക്തവും ചിന്തി നമ്മെ വീണ്ടെടുത്ത ആ കാൽവരി യാഗത്തിൻ്റെ നിത്യരഹസ്യങ്ങളിൽ നാം എത്ര കണ്ട് വിശ്വസിക്കുന്നുണ്ടെന്നുള്ളതാണ്. ഈ വിശ്വാസത്തിൽ, യേശു ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ? ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് പറയുന്നത്, നിങ്ങൾ പരിശോധിക്കുവിൻ, പരീക്ഷിച്ചറിയുവിനെന്ന്. ഇനി നമ്മൾ കർത്താവിലുള്ള വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ട് എങ്കിൽ ഇത് നമ്മളിൽ വെളിപ്പെടാൻ തുടങ്ങും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പരിശോധിക്കുമെന്ന് പറഞ്ഞില്ലേ? പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ല, നമുക്ക് എന്തെങ്കിലും രോഗമൊക്കെ ഉണ്ടെങ്കിൽ, അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറയും, നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിക്കാം കേട്ടോ, അല്ലെങ്കിൽ MRI ഒക്കെ നോക്കി പരിശോധിക്കാമെന്ന് പറയും. പരിശോധിച്ച് കഴിയുമ്പോൾ നമുക്ക് അല്പം കൂടി വ്യക്തതയുണ്ട്, ക്ലാരിറ്റി ഉണ്ട്, രോഗമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. എന്ന് പറയുന്നത് പോലെ നമ്മൾക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പുണ്ടോ എന്ന് പരിശോധിക്കുകയും പരീക്ഷിച്ചറിയുകയും ചെയ്യുന്ന എങ്ങനെയാണ്? വിശ്വാസത്തിന് അസ്വസ്ഥതകൾ ഉണ്ടാകുന്ന ഒരു വിഷയം ജീവിതത്തിൽ സംഭവിക്കുമ്പോഴാണ്. വിശ്വാസത്തെ തകർക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എന്തെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ ദൈവം നമ്മെ അനുവദിക്കുമ്പോൾ നിശ്ചയമായി നമ്മുടെ വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ചില അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങളൊക്കെ നമുക്ക് ദൈവം അനുവദിക്കുമ്പോൾ ഈ വിശ്വാസത്തിൽ നിലനിന്നു പോകുമ്പോഴാണ് നമ്മളിൽ യഥാർത്ഥ വിജയം ഉണ്ടാകും. നമുക്ക് ഭൗതിക വിജയം മാത്രമല്ല, നമ്മുടെ എഴുതുന്ന പരീക്ഷയിൽ വിജയം മാത്രമല്ല, ജീവിത വിജയവും പ്രധാനപ്പെട്ടതാണ്. അപ്പം അതിന് നമ്മുടെ വിശ്വാസത്തിൽ നാം നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. നമുക്ക് തന്നെ പരിശോധിക്കാനുള്ളതുള്ളൂ. നമ്മൾ നമ്മളെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. നമ്മളിൽ ഭയം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമുക്ക് നിലനിൽപ്പില്ല. എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ നമ്മളെ ഇതിനകം വല്ലാതെ കണ്ട് അസ്വസ്ഥപ്പെടുന്നു.
വളരെ നിസ്സാരമായിട്ട് കാണുന്ന ഭയങ്ങളെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ അധികമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ നമ്മളെ അലട്ടുന്നുണ്ട് എങ്കിൽ, നാളെയെക്കുറിച്ചോ മരണത്തെക്കുറിച്ചോ രോഗത്തെക്കുറിച്ചോ മനുഷ്യരെക്കുറിച്ചോ പിശാചിനെക്കുറിച്ചോ എന്തോ ആകട്ടെ, എന്തെങ്കിലുമൊക്കെ ഭയങ്ങൾ നമ്മളെ അധികമായി അലട്ടുന്നുണ്ട് എങ്കിൽ നമുക്ക് ഇനിയും വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് സാധ്യമായിട്ടില്ല. ഇത് പരിശോധനയാണ്. ഏതെങ്കിലും ഭയങ്ങളുണ്ട് എങ്കിൽ ആ ഭയങ്ങൾ മാറാൻ പ്രാർത്ഥിക്കുന്നതിനേക്കാളും എളുപ്പം എന്നാണെന്നറിയാമോ? അപ്പസ്തോലന്മാർ പ്രാർത്ഥിച്ചതുപോലെ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. അത് പ്രാർത്ഥിച്ചാൽ മതി. അപ്പോൾ ഭയം തനിയെ മാറും. നമ്മളറിയില്ലേ, വെളിച്ചം വരുമ്പോൾ അന്ധകാരം തനിയെ പോകും. അന്ധകാരം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയുന്ന പോലെ ഭയം മാറാൻ വിശ്വാസം നിറഞ്ഞാൽ മതി. വിശ്വാസത്തിൽ ഒരു ദൈവപൈതൽ എത്ര കണ്ട് ആഴപ്പെടുന്നുവോ, വിശ്വാസത്തിൽ ഒരു ദൈവപൈതൽ എത്ര കണ്ട് നിലനിൽക്കുന്നുവോ, എന്താണ് എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട് എന്ന ആ വിശ്വാസത്തിൽ ഞാൻ എത്ര കണ്ട് നിലനിൽക്കുന്നുവോ, മുന്നോട്ട് പോകുന്നുവോ, അത്ര കണ്ട് എനിക്ക് ധൈര്യമുണ്ട്, അത്ര കണ്ട് എനിക്ക് ബലമുണ്ട്. അപ്പം എല്ലാ ഇടങ്ങളിലും എല്ലാ വേളകളിലും എല്ലാ സമയത്തും ഞാൻ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ചാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് എല്ലാ കാലവും എപ്പോഴും ധൈര്യമുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലുമൊക്കെ ഭയങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പിന്നെ നമ്മളിൽ ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പുറപ്പെടുവിക്കുന്നുണ്ട്. നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, ഈശോയിലുള്ള വിശ്വാസം ഉണ്ടെങ്കിൽ, ദൈവവചനത്തിൽ ദൈവസ്നേഹത്തിൽ നമുക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിശ്ചയമായും നമ്മുടെ ആത്മാവ് ബലം പ്രാപിക്കാൻ തുടങ്ങും, ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ തുടങ്ങും. എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, ആനന്ദം. ഇത് പറയുമ്പോൾ ഇതൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം കേട്ടോ. സ്നേഹം, ആനന്ദം, സമാധാനം, ദീർഘക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം. ഇതൊക്കെ നമുക്കുണ്ട് എങ്കിൽ നമുക്ക് വിശ്വാസത്തിൽ നിലനിൽപ്പുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ നിലനിൽപ്പില്ല. നമ്മളിങ്ങനെ ആഴി തൂങ്ങിയൊക്കെ നമ്മൾ നിൽക്കുന്നത്. ചില സമയത്ത് ഭയങ്കര വിശ്വാസം, ചില സമയത്ത് ഒട്ടും വിശ്വാസമില്ല. ചില സമയത്ത് ഭയങ്കര തീവ്രതയും തീക്ഷ്ണതയൊക്കെ ഉണ്ട്, ചില സമയത്ത് നമ്മൾ കംപ്ലീറ്റ് നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കൊക്കെ പോകും. അപ്പോൾ അതുകൊണ്ട് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ച് ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ വെളിപ്പെടുത്താൻ തുടങ്ങും. അപ്പോൾ സഹനങ്ങളിലും പ്രതിസന്ധികളിലൊക്കെ നമ്മളൊരു ആത്മീയ ആനന്ദം സൂക്ഷിക്കും. നമ്മുടെ സന്തോഷം ആർക്കും തകർത്ത് കളയാൻ പറ്റില്ല. എന്തെല്ലാം തിരസ്കരണങ്ങളും വേദനകളും നമുക്കെതിരെയുള്ള സഹനങ്ങൾ ഉണ്ടാകുമ്പോഴും സ്നേഹത്തിൽ കുറവുണ്ടാകില്ല. നമ്മളെ വെറുക്കുന്നവർ അനേകരുണ്ടെങ്കിലും നമുക്ക് അവരോട് വെറുപ്പുണ്ടാകില്ല, കൂടാതെ സ്നേഹത്തിൽ ഒരു കുറവ് സംഭവിക്കില്ല. അപ്പോൾ ഇതൊക്കെ എത്ര കണ്ട് നമുക്ക് ഈശോയിലുള്ള വിശ്വാസത്തിൽ ആഴപ്പെട്ടു എന്നതിൻ്റെ, അല്ലെങ്കിൽ ആ നിലനിൽക്കുന്നുണ്ടോ എന്നതിൻ്റെ അടയാളങ്ങളാണ്. ഇനി ദൈവവചനത്തെ പൂർണ്ണമായിട്ട് നമ്മൾ അനുസരിക്കാൻ തുടങ്ങും. ഈശോയിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടം വലം നമ്മൾ തിരിയാതെ അനുസരിക്കാൻ തുടങ്ങും. ജോഷോ പറഞ്ഞില്ലേ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. നിങ്ങൾ ആര് എന്നാ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങൾ കർത്താവിനെ സേവിക്കണോ, സത്യദൈവത്തെ സേവിക്കണോ. ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്നും വിമോചിപ്പിച്ച് 40 വർഷക്കാലം രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘസ്തംഭമായി നമ്മുടെ കൂടെ നടന്ന് ജീവിക്കുന്നവനായ സത്യദൈവത്തെ വിട്ടൊഴിഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് പൊക്കോ, പക്ഷേ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ സേവിക്കും. ഇത് വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനമായിരുന്നു. അപ്പോൾ കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ച, സാന്നിധ്യം അനുഭവിച്ച്, ഈശോയുടെ ആ നിത്യമായ കാരുണ്യം ഓരോ ദിവസവും പരിശുദ്ധ കുർബാനയിലൊക്കെ അനുഭവിക്കുന്ന നമ്മൾ അവൻ്റെ വാക്കുകളിൽ പൂർണ്ണമായും വിശ്വസിച്ച് ആ വചനം അനുസരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുമ്പോൾ കർത്താവ് പറയുന്നതൊക്കെ നമ്മൾ കേൾക്കും. മറ്റൊരു വാക്യം പറഞ്ഞ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കും. എന്താ കൽപ്പന? മെയിൻ കൽപ്പന ദൈവത്തെ സ്നേഹിക്കുക, സഹോദരങ്ങളെ സ്നേഹിക്കുക. ഇപ്പോൾ വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ച് ദൈവസ്നേഹം വളരാൻ തുടങ്ങും, സഹോദര സ്നേഹം ഇരട്ടിയാകാൻ തുടങ്ങും. ഈ വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ദൈവത്തോട് ബന്ധമില്ല, സ്നേഹമില്ല, സഹോദരങ്ങളോട് ബന്ധമില്ല, എന്ത് നെറുകേട് കാണിക്കുന്നതിന് എന്ന് പലർക്കും കുഴപ്പമില്ല. കാരണം എന്താ? ദൈവത്തിൽ വിശ്വാസമില്ല, ദൈവഭയവുമില്ല. അങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന അനേകം മക്കളുണ്ട്. നമ്മൾ അവർക്കൊക്കെ വേണ്ടി ശരിക്കും വില കൊടുത്ത് പ്രാർത്ഥിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ചേട്ടൻ പള്ളിയിൽ പോകാൻ വിളിച്ചാൽ വരില്ല, പ്രാർത്ഥിക്കാൻ വിളിച്ചാൽ പറയില്ല,
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഭയങ്കര ദേഷ്യമാണ്. എന്നിട്ട് പറയും ഇതെല്ലാം പറ്റിയില്ല, നിനക്കൊന്നും വേറെ പണിയൊന്നും എന്ന് ചോദിക്കുന്നത്. നിനക്കൊന്ന് വേറെ ഒന്ന് പ്രാർത്ഥിക്കാൻ വിളിച്ചതിനാ, ഒരുമിച്ചിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു സന്ധ്യാപ്രാർത്ഥനയ്ക്ക് വിളിച്ച് ഒന്ന് പള്ളിയിൽ പോകാൻ വിളിച്ചതിന് പറയാം ഇതൊക്കെ വെറുതെ തട്ടിപ്പോ, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന്. അത് പിള്ളേരുടെ മുമ്പിൽ വെച്ച് പറയുകയും ചെയ്യും. പിള്ളേരെ പോലും പ്രാർത്ഥിക്കാൻ പുള്ളി ഇപ്പോൾ സമ്മതിക്കുന്നുമില്ല. ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ചേച്ചി പറയാം എൻ്റെ അച്ഛാ ഭർത്താവ് പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല, ഞാൻ അവസാനം വിട്ടു, പുള്ളി പ്രാർത്ഥിച്ചില്ലേലും കുഴപ്പമില്ല. ഇപ്പൊ മക്കളെ പോലും പുള്ളിയുടെ അതേ ശൈലി തന്നെയാണ് പുള്ളി ഇപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള വ്യക്തികൾ കുടുംബങ്ങളിലുണ്ടെങ്കിൽ നമ്മൾ എത്ര കണ്ട് പറഞ്ഞാലും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്ന കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർന്നാൽ മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാക്കി തരാൻ പറ്റും. എത്രയോ ജീവിതങ്ങളിൽ എത്രയോ നിരീശ്വരവാദത്തിൽ കഴിഞ്ഞിരുന്നവരെ കർത്താവ് കരുണയോടെ എടുത്തുയർത്തിയിട്ടുണ്ട്. ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നടന്നിരുന്നവർ എത്രയോ പേരെ ദൈവവിശ്വാസത്തിന് വേണ്ടി നിലകൊള്ളാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മൾ വില കൊടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ അവർക്ക് വേണ്ടി അല്പസഹനം എടുത്തൊക്കെ എല്ലാ ദിവസവും 5-10 മിനിറ്റൊക്കെ അല്പസമയം ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി സഹനമൊക്കെ എടുത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നല്ലതായിരിക്കും. ഇനി കർത്താവിലുള്ള വിശ്വാസമുണ്ടോ? വചനം പറയുന്നൊരു കാര്യമാണ്, നമ്മൾ ലോകത്തെ ജയിക്കുന്നവരായിട്ട് മാറും. 1 യോഹന്നാൻ 4:4 നാം വായിക്കും, നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. പറയാം നിന്റെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാണ്. യോഹന്നാൻ 16:31 പറയുന്നു, മക്കളെ ഈ ലോകത്ത് നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, വിജയിച്ചിരിക്കുന്നു. അപ്പോ ഇന്നത്തെ വചനഭാഗത്തിന്റെ 2ാമത്തെ ഭാഗം പറയുന്നതാണ്, ഒന്ന് നമ്മുടെ വിശ്വാസത്തെ പരിശോധിക്കണം. നിലനിൽക്കുന്ന വിശ്വാസമുണ്ടോ എന്ന് പരിശോധിക്കണം. കാര്യം കാണാനുള്ള വിശ്വാസമാണോ? ഏതാനും മണിക്കൂറുകളുടെ വിശ്വാസമാണോ? കാര്യസാധ്യത്തിന് വേണ്ടിയും അല്ലെങ്കിൽ നമ്മുടേതായ സ്വകാര്യ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വിശ്വാസത്തിൻ്റെ നിലനിൽപ്പും അതിൻ്റെ പ്രകടനങ്ങളാണോ പരിശോധിക്കേണ്ടതുണ്ട്. എന്നിട്ട് പറയാണ്, യേശുക്രിസ്തു നിങ്ങളിലുണ്ടെന്ന് ബോധ്യമായിട്ടില്ലേ? ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ജീവിതം വെച്ച് നീട്ടുന്ന സകല പരീക്ഷകളിലും പരീക്ഷണങ്ങളിലും അസ്വസ്ഥതകളിലും ഞെരുക്കങ്ങളിലും രോഗങ്ങളിലും സഹനങ്ങളിലൊക്കെ പരാജയപ്പെട്ടു പോകുന്നത്, തകർന്നു പോകുന്നതിന്, തളർന്നു പോകുന്നതിൻ്റെ അടിസ്ഥാന കാരണം ഈശോ എന്നിലുണ്ടെന്ന് ഞാൻ വിശ്വസിക്കാത്തത് കൊണ്ടാണ് പൗലോസ്ലീഹ പറയാണ്, നിങ്ങളിൽ യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഈശോ നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ഇതുവരെ ബോധ്യമായിട്ടില്ല എങ്കിൽ നിങ്ങളുടെ പരീക്ഷകളിൽ നിങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്നാ പറയുന്നത്. ഈശോ നമ്മളിലുണ്ട്. അവൻ്റെ ആത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. മാമോദീസായിലൂടെ അവൻ്റെ ആത്മാവിനെ നാം സ്വീകരിച്ചവരാണ്. അതേ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. മക്കളെ, ഈ സത്യം എത്ര കണ്ട് നമ്മൾ അംഗീകരിക്കുന്നു? എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയുണ്ട്. 1 കൊരിന്തോസ് 3:16 പൗലോസ്ലീഹ ചോദിക്കുന്നില്ലേ, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവാത്മാവിൻ്റെ ആലയങ്ങളാണെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ എന്നാ ചോദിക്കുന്നത്. ദൈവാത്മാവ് നിന്റെ ഉള്ളിലുണ്ട്. അത് ആ ആത്മാവ് ഉള്ളിലുള്ളത് കൊണ്ടല്ലേ ലോകത്തെ നിനക്ക് ജയിക്കാൻ പറ്റുന്നേ. ഈശോയുടെ സാന്നിധ്യം നിന്റെ ഉള്ളിലുള്ളത് കൊണ്ടല്ലേ നിനക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുന്നേ. മാനുഷികമായി വിജയിക്കാൻ പറ്റാത്ത ജീവിതത്തിന്റെ ഏടുകളിലും പ്രലോഭനങ്ങളിലും പ്രതിസന്ധികളിലും സഹനങ്ങളിലും തകർച്ചകളിലും പിടിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന എന്തുകൊണ്ടാ? ഈ കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിലുള്ളതുകൊണ്ട്. അല്ലെങ്കിൽ പണ്ടേ നീ ആത്മഹത്യ ചെയ്തേനെ, നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയേനെ, മുന്നോട്ട് പോകാൻ പറ്റാതെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞേനെ. ദൈവത്തെയും പഴിച്ച് ജീവിതത്തോടും പരാതി പറഞ്ഞ് എല്ലാവരോടും പരാതി പറഞ്ഞ് എല്ലാവർക്കും ഒരു ഭാരമായി നിന്റെ ജീവിതം ഇതിനകം മാറിയേനെ. എന്തുകൊണ്ട് എന്നും മുന്നോട്ട് പോകുന്നേ?
എവിടെയൊക്കെയോ ഈ കർത്താവിൻ്റെ ജീവിക്കുന്ന സാന്നിധ്യം നീ അനുഭവിക്കുന്നുണ്ട്. ഈശോയെ, ഈ മക്കളെ നീ ചേർത്ത് പിടിക്കണമേ. ഒത്തിരി വേദനിക്കുന്ന മക്കൾ ഇതിനകത്തുണ്ട്. ഈശോയെ, ഇവരെ നീ കരുണയോടെ കാണണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളിൽ ജീവിക്കുന്ന കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. ഓരോ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ദിവ്യകാരുണ്യമായി ഈശോ നമ്മളിലേക്ക് വരുന്നില്ലേ? തമ്പുരാനെ, ഈ ഒരു റിയലൈസേഷൻ, നമ്മൾ അഭിഷേകത്തൊക്കെ കുറിച്ചൊക്കെ പറയുമ്പോൾ അഭിഷേകം എന്ന് പറയുന്നത് ഇറ്റ്സ് എ റിയലൈസേഷൻ, ഒരു തിരിച്ചറിവ് കൂടിയാണ്. എന്താണ്? എൻ്റെ ഉള്ളിൽ എൻ്റെ ഈശോയുണ്ട്, എൻ്റെ ഉള്ളിൽ അവൻ്റെ സാന്നിധ്യമുണ്ട്. ഇത് ദേവാലയമാണ്. നിങ്ങളുടെ ശരീരമാകുന്ന ദേവാലയത്തെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞതെന്ന് വചനത്തിൽ പറയുന്നില്ലേ? നമ്മുടെ ശരീരം ഒരു ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. അതുകൊണ്ടാണ് അതിനെ മലിനമാക്കരുതെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് അതിനെ നശിപ്പിച്ച് കളയരുതെന്ന് പറയുന്നത്, അതുകൊണ്ടാണ് മദ്യപിച്ചും ലഹരി എടുത്തൊക്കെ ഈ ദൈവാലയത്തെ തകർത്ത് കളയരുത്, നശിപ്പിക്കരുതെന്നൊക്കെ പറയുന്നത്. പാപത്തിനാടി ശരീരത്തെ വിട്ടുകൊടുക്കരുതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാരണം ഇത് ദേവാലയമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. ഈ തിരിച്ചറിവ് കിട്ടുന്നിടത്താണ് നമ്മളിൽ ജീവിക്കുന്ന കർത്താവുണ്ട്. ഞാനിപ്പോൾ കടന്നു പോകുന്ന ഈ പ്രതിസന്ധിയിലുണ്ടല്ലോ, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ഈ നൊമ്പരത്തിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. ഈ തടസ്സത്തിലും ഈ പ്രതികൂല അനുഭവത്തിലും എൻ്റെ ഈശോ എൻ്റെ കൂടെയുണ്ട്. അതാണ് നമ്മൾ പറയേണ്ടത്. ഇത് നമുക്ക് തരുന്നൊരു ധൈര്യമുണ്ട്. ഈ ലോക ജീവിതത്തിൽ കടന്നു പോകുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിക്കാൻ, വിജയിക്കാൻ ഉള്ളൊരു അഭിഷേകം നമുക്ക് കിട്ടും. പരീക്ഷയിൽ വിജയിക്കുക മാത്രമല്ല മക്കളെ, പരീക്ഷയിൽ ജയിച്ച എത്രയോ പേരെ ജീവിതത്തിൽ പരാജയപ്പെട്ടവരായി ഇതിനകം ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. പരീക്ഷകളിൽ ഇന്നലകളിൽ പരാജയപ്പെട്ടവർ ജീവിതത്തിൽ വിജയിച്ചവരായും കണ്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പരീക്ഷയിൽ ജയിക്കുക എന്നുള്ളതല്ല ജീവിതത്തിൻ്റെ ലക്ഷ്യം, മറിച്ച് ജീവിതത്തിൽ വിജയിക്കാൻ എൻ്റെ കർത്താവിനെ, അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ കാരുണ്യത്തെ ഒക്കെ ഞാൻ ചേർത്ത് പിടിക്കേണ്ടതുണ്ട്. ഈ സത്യം അറിയുന്നിടത്താണ് വചനം നമ്മളെ പഠിപ്പിച്ചു തന്നില്ലേ, നീ ഈ ലോകത്ത് പരീക്ഷയിൽ പരാജയപ്പെടാതിരിക്കും. ഞങ്ങൾ 2 ദിവസങ്ങളിലേക്ക് ഉയർത്താം. എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. കർത്താവ് നമുക്കിന്ന് തന്ന വചനം പരീക്ഷ വിജയത്തിന് വേണ്ടിയല്ല, ജീവിതത്തിൽ നമ്മൾ വിജയിക്കാനാണ്. കാരണം ഈ ലോക ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പഠിക്കും, ഒത്തിരി പരീക്ഷകൾ എഴുതും. സഹനങ്ങൾ ഒരു പരീക്ഷയാണ്, തകർച്ചകൾ ഒരു പരീക്ഷയാണ്, പരീക്ഷകളൊക്കെ എഴുതി അവസാനം ഇതിൻ്റെ റിസൾട്ട്, ആത്മീയമായി പറഞ്ഞാൽ റിവാർഡ്, പ്രതിഫലം സ്വീകരിക്കാനായിട്ട് നാം അവൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോഴാണ് നമ്മൾ ശരിക്കും ജയിച്ചവരാണോ തോറ്റവരാണോന്ന് അറിയുന്നത്. ഒരിക്കൽ കർത്താവിനെ കണ്ടുമുട്ടുന്ന ഒരു സമയമുണ്ട്. ഈ ലോക ജീവിതത്തിൻ്റെ സഹനങ്ങളുടെയും പരീക്ഷകളുടെയൊക്കെ അവസാനം റിസൾട്ട് വരുന്നൊരു സമയമുണ്ട്. ഞാനും നിങ്ങളൊക്കെ അവനെ കണ്ടുമുട്ടുന്ന സമയം. അന്ന് ഈ ലോക ജീവിതത്തിൽ എൻ്റെ ഈശോയോട് ചേർന്ന് ഞാൻ എങ്ങനെ ജീവിച്ചുവോ അതാണ് മരണാനന്തരം നാം സ്വീകരിക്കാൻ പോകുന്ന റിവാർഡ്, പ്രതിഫലം. ഈ ഭൂമിയിൽ ഈശോടൊപ്പം ജീവിച്ചവൻ നിത്യതയിലും ഈശോടൊപ്പം ജീവിക്കും. ഈ ഭൂമിയിൽ ഈശോയെ തിരസ്കരിച്ചവൻ നിത്യതയിൽ ആ സ്നേഹത്തിൻ്റെ തിരസ്കരണ അനുഭവത്തിൽ എക്കാലവും ജീവിക്കേണ്ടി വരും. മറ്റൊരു വാക്യം പറഞ്ഞാൽ നിത്യനരകത്തിൽ ജീവിക്കേണ്ടി വരും. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതിഫലം, ജീവിതമാകുന്ന പരീക്ഷയുടെ റിസൾട്ട് ഒരിക്കൽ നിന്നെ കണ്ടുമുട്ടുമ്പോൾ സ്വീകരിക്കേണ്ടവരാണല്ലോ ഞങ്ങൾ. ഓരോ ദിവസവും കൃത്യമായ ജീവിതത്തെ പഠിച്ച്, നിന്റെ വചനം പഠിച്ച്, നിന്നെ ശ്രവിച്ച്, നീ ആഗ്രഹിക്കുന്നത് പോലെ നീ നടക്കേണ്ട വഴി ഞങ്ങൾക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ നടന്ന് ജീവിത പരീക്ഷകളിലും ജീവിതത്തിലും കർത്താവെ വിജയം വരിക്കാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, പ്രാർത്ഥിക്കാം. തമ്പുരാനെ, ഈ ദിവസക്കാലം മുഴുവനും നിന്റെ സ്നേഹ സാന്നിധ്യമാണ് മുന്നോട്ട് ഞങ്ങളെ കൈപിടിച്ച് നടത്താൻ പോകുന്നത്. ഹൃദയം കൊണ്ട് നന്ദി പറയാം കർത്താവ്, ഇങ്ങനൊരു ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നതിന്. കർത്താവ്, ഇതുപോലെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അനേകർ ഇതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നുണ്ട്.
അനേകം ഇടങ്ങളിൽ നിന്ന് അനേകം മക്കൾ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈശോ ഈ ഭവനത്തിൽ വന്ന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ എടുത്ത് ശുശ്രൂഷകൾ ചെയ്യുന്നവരുണ്ട്. ഈ 12 മണിക്കൂർ സമയം ഈ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിലിരുന്ന് നിങ്ങളുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈശോയെ, എല്ലാറ്റിനും നന്ദി പറയാം. ഞങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ഒരു അഭിഷേകം തരണമെന്ന് പ്രാർത്ഥിക്കുക. വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ദൈവസ്നേഹത്തിലൊക്കെ നിലനിൽക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, നിലനിൽപ്പിൻ്റെ വരം തരണമേ. വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള വരം തരണമേ. ജീവിത സാഹചര്യങ്ങൾ വല്ലാതെ കണ്ട് ഞങ്ങളുടെ മനസ്സിനെ തകർക്കുമ്പോഴൊക്കെ വിശ്വാസത്തിൽ നിലനിൽക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് തരണമേ. കർത്താവേ, ഞങ്ങളിൽ ഈ സാന്നിധ്യത്തിൻ്റെ അഭിഷേകം നിറയ്ക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഈശോയെ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, നന്ദി. ഈശോയെ, നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും കരങ്ങൾ കൂപ്പി എന്നെ നല്ല ശിക്ഷനാക്കിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി. നാഥാ, നിൻ സാന്നിധ്യം